ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സന്തോഷം നിറഞ്ഞ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 3200 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് ഒരു തവണത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്തത്. മാത്രവുമല്ല, കുടിശ്ശിക ഇനത്തിൽ 3 മാസത്തെ തുക കിടക്കുന്ന സമയത്താണ് ഒരു ഏപ്രിൽ മാസത്തെ തുക മാത്രമായിട്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് 3 മാസത്തെ തുക കുടിശ്ശികയായിട്ട് ഉണ്ട്. പക്ഷേ ഈ തുക മുഴുവനായിട്ട് തന്നെ ഈ ഒരു ഓണത്തിന് മുമ്പാകെ വിതരണം ചെയ്ത് തീർക്കുവാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ നടപടി ഇപ്പോൾ തുടങ്ങിയെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് 1 മാസത്തെ കുടിശ്ശിക തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അതായത് കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുകയിൽ ഒരു ഗഡു തുക അടുത്ത മാസം വിതരണം ചെയ്യും. അതായത് മെയ് മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുക 3200 രൂപ ആയിരിക്കും. അതായത് കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന ഒരു ഗഡുവും കൂടാതെ ഒരു ഗഡു തുക അധിക വിഹിതമായിട്ട്, അതായത് സാധാരണ രീതിയിൽ അതാത് മാസങ്ങളിലെ പെൻഷൻ തുകയായിട്ടുള്ള 1600 രൂപ കൂടി ചേർത്ത് 3200 രൂപ ഈ ഒരു മെയ് മാസം പകുതി കഴിയുന്നതോടുകൂടി തന്നെ, അതായത് മെയ് മാസം 15-ാം തീയതി കഴിയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുക വളരെയധികം ആളുകൾക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക കറക്റ്റായിട്ട് ലഭിക്കുമ്പോൾ അത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയങ്ങളും വേണ്ട. ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ ബാക്കിയുള്ള 2 ഗഡു തുക കൂടി ഇനിയുമുണ്ട്. ആ തുക ഓണത്തിന് മുമ്പാകെ തന്നെ വിതരണം ചെയ്ത് തീർക്കുവാനുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് വരുന്നത്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ സാധാരണ രീതിയിലുള്ള കുടിശ്ശിക വിതരണം ചെയ്യേണ്ട ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുടിശ്ശികയാണ് പല സമയത്തും സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ ഒരു 3 മാസത്തെ തുക വിതരണം ചെയ്യുന്നത് തന്നെ വിതരണത്തിൽ മുടങ്ങി കിടക്കുന്നത് തന്നെ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിന് മുമ്പാകെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തുതന്നെയാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അടുത്ത മാസം ഈ ഒരു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 1800 കോടി രൂപ സംസ്ഥാന സർക്കാർ നീക്കി വെക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം, അതായത് കുടിശ്ശിക പെൻഷൻ്റെ തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ്. അടുത്ത മാസം ഉണ്ടാകും. 1600-ന് പകരം 3200 രൂപ കൂടി ലഭിക്കും. കൂടാതെ തന്നെ പെൻഷൻ്റെ വർധനവും ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും.